വെൽക്കം ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഗുണന സമവാക്യങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഇട്ടതാണ്. എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ തന്നെയാണ് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും നല്ലതുപോലെ മനസ്സിലാകത്തക്ക രീതിയിലാണ് നിങ്ങളെ പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ എല്ലാ എളുപ്പ വഴികൾ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും എളുപ്പ വഴിയിൽ എങ്ങനെ ഈ കണക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് പേജ് നമ്പർ 64 2 എക്സർസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. നോക്കിക്കേ, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് പോകും കുഞ്ഞുങ്ങളെ. കാരണം കണ്ടോ, ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകത്തില്ല. നോക്കിയേ, 2 തന്നിട്ടുണ്ട്. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, പേജ് നമ്പർ 64 കണ്ടോ, ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ദ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഈസ് 1400 ആൻഡ് their sum is 81. What is the product of the number next to each? എന്ന് വെച്ചാൽ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400 ആണ്. 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം 1400 ആണ്. തുക തന്നിട്ടുണ്ട് 81. ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? ചോദ്യം മനസ്സിലായോ? ഈ എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? 1 2 3 4 നമ്മൾ എണ്ണത്തില്ലേ എണ്ണൽ സംഖ്യ അല്ലേ? ആ എണ്ണൽ സംഖ്യകളുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുക എന്നാണ് കേട്ടോ. സമ്മ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുക എന്നാണ്. അപ്പം ഏതോ 2 എണ്ണൽ സംഖ്യ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? നോക്കിയുണ്ടോ? 2 എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞത്. ഏതാ നമുക്കറിയാമോ? ഇല്ല. അപ്പോൾ ഏതോ 2 എണ്ണൽ സംഖ്യ, ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കണേ. ഏതോ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം, കേട്ടോ കുഞ്ഞുങ്ങളെ? ഗുണനഫലം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് കേട്ടോ. 1400 ഉണ്ട്. ഇനി തുക സമ്മെന്ന് വെച്ച് കഴിഞ്ഞാൽ 81 ഉണ്ട്. ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ ഫസ്റ്റ് തന്നെ നോക്കിയേ, 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം. ഈ 2 എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുണ്ടോ? ഈ 2 എണ്ണവും നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ആ 2 എണ്ണൽ സംഖ്യയ്ക്ക് നമ്മൾ ഈ ഇവിടെ വേണേൽ കൊടുക്കാം എണ്ണൽ സംഖ്യ. ഈ അറിയാൻ വയ്യാത്തവർക്ക് ഒന്ന് മനസ്സിലാക്കി തന്നെ കണക്ക് ചെയ്യണം കേട്ടോ. കാരണം പരീക്ഷ കളി ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഈ കാണാതെ പഠിച്ചിട്ട് പോകുന്ന ഒന്നും ആയിരിക്കത്തില്ല. ചോദ്യത്തിൽ നോക്കി എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ എന്താണ് നാച്ചുറൽ നമ്പർ. ഇവിടെ ഉള്ള പ്രൊഡക്റ്റ് ഓഫ് ദ 2 നമ്പർ എന്നാണ് കൊടുത്തത്. എണ്ണൽ സംഖ്യയ്ക്ക് ഇവിടെ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ തന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ നോക്കി, എണ്ണൽ സംഖ്യ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. അപ്പം നമുക്കതിനെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എക്സ് എന്നും വൈ എന്നും ഒരു പേര് കൊടുക്കാം. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിട്ടുള്ള. പേര് അറിയാൻ വയ്യാത്തതിന് നമ്മൾ എന്താ എക്സ് എന്നും വൈ എന്നും ഓരോ പേര് കൊടുക്കാം. മനസ്സിലായോ? ഇനി അതിൻ്റെ ഗുണനഫലം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ്, കേട്ടോണേ നിങ്ങളെ? പ്രോഡക്റ്റ് എന്ന് പറയാം. ഓരോന്ന് നോക്കിക്കോണേ. പ്രൊഡക്റ്റ്, PRODUCT, പ്രൊഡക്റ്റ്. ഈ സംഖ്യയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയായിരിക്കും? അതായത് എക്സ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇൻറ്റു ആണ് അല്ലേ? എക്സ് ഇൻറ്റു വൈ. മനസ്സിലായോ? പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണിക്കുക എന്നാണ്. അപ്പം നമ്മളെങ്ങനെ ഇങ്ങനെ എഴുതരുത്, ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി. എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് വൈ എന്ന. എക്സ് വൈ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കും എക്സ് ഈ ഇടയ്ക്ക് എന്തുമായിരിക്കും? പ്ലസ് ആണോ മൈനസ്? ചിലപ്പോൾ ചില കുട്ടികൾ കേട്ടോ, ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ പറയുന്നത്. ആ ഇടയ്ക്ക് വന്നത് എന്തുവാണെന്നൊരു ഡൗട്ട് വന്നാൽ കേട്ടോ, ആ ഡൗട്ട് മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ എക്സ് ഇൻറ്റു വൈ എന്നാ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കേട്ടോ. അതായത് എക്സ് വൈ ആ പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? അതായത് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 1400 ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അതിൻ്റെ മലയാളത്തിൽ എന്താ പറഞ്ഞത്? ഗുണനഫലം കേട്ടോ. ഗുണനഫലം നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു മോഡൽ അങ്ങ് പഠിക്കാമെങ്കിൽ ഇതിൽ ഏത് കണക്ക് ചെന്നാലും നമുക്ക് ചെയ്യാൻ പറ്റണം കുഞ്ഞുങ്ങളെ. ഞാനിപ്പോൾ ഒരു 10 എണ്ണം ഒറ്റ അടിയിൽ തന്നെ നിങ്ങളോട് പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ ചിലപ്പോൾ എഴുതിയെടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാവണമെന്നില്ലല്ലോ. അതേപോലെ ഒരെണ്ണം നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ ഈ മോഡലിൽ ഏത് ചോദ്യം തന്നാലും ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇവിടെ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം. എണ്ണൽ സംഖ്യ ഏതാണെന്ന് നമ്മളോട് പറഞ്ഞില്ല കുഞ്ഞുങ്ങളെ. എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ 1 2 3 ഇങ്ങനെ ഇല്ലയോ? അതിൽ ഏത് എണ്ണൽ സംഖ്യ? ഏതോ 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ന് വെച്ചാൽ അതിൻ്റെ ഇംഗ്ലീഷിലാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ? 1400. സംഖ്യ ഏതാണെന്ന് അറിയാൻ വയ്യാത്ത നമ്മൾ എക്സും വൈ എന്നും പേര് കൊടുത്തു. ഓക്കെ ആണോ? ഇനി അടുത്തത് സമ്മ്. സമ്മിൻ്റെ മലയാളമാണ് എന്താ? തുക എന്ന് പറയുന്നത്. സമ്മിൻ്റെ മലയാളം തുക. സമ്മെന്ന് വെച്ചാൽ ഈ 2 സംഖ്യകൾ അല്ലേ? ഏതോ 2 സംഖ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ആ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് കൂട്ടുക അല്ലേ? അപ്പോൾ എക്സും വൈയും കൂടെ കൂട്ടിയപ്പോൾ തുക ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 81.
അപ്പോൾ പ്രൊഡക്റ്റും തന്നിട്ടുണ്ട്, സമ്മും നമുക്ക് തന്നിട്ടുണ്ട്. അത് എക്സും വൈയോ എന്നുള്ള എന്ന് വെച്ചാൽ ഏതോ രണ്ടെണ്ണമാണ്, അതിനാണ് നമ്മൾ ആ പേര് കൊടുത്തത്. ഏതോ രണ്ട് സംഖ്യകൾ തങ്ങളിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 1400 കിട്ടി, കൂട്ടിയപ്പോൾ നമുക്ക് 81 കിട്ടി. ഇത്രയൊക്കെയാണോ? അപ്പം നമ്മൾ പഠിച്ച ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, ഇവ ഓരോന്നിൻ്റെയും എന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റിൻ്റെ ആയാലും സമ്മിൻ്റെ ആയാലും ഇവ ഓരോന്നിൻ്റെയും തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് അതർ? ചോദ്യം കേട്ടോ, നെക്സ്റ്റ് ടു ഈച്ച് അതർ. അത് നമ്മൾ എങ്ങനെ എഴുതുമെന്നാ ഇനി നോക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എന്തായിരുന്നു? പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രൊഡക്റ്റ് ദ നമ്പേഴ്സ് നെക്സ്റ്റ്, അടുത്തത് ഏതാ? നെക്സ്റ്റ് ടു ഈച്ച് അല്ലേ? നെക്സ്റ്റ് ടു ഈച്ച് എന്ന് വെച്ചാൽ എന്താണ്? അതായത് തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം. തൊട്ടടുത്ത രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം കാണാനാണ് നമ്മളോട് പറഞ്ഞത്. ഈ സ്റ്റെപ്പ് ഇത് രണ്ടെണ്ണം അറിയാമെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അടുത്ത ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വെച്ചോണേ. ഇപ്പം നമുക്ക് ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? ഈ ഫസ്റ്റ് എണ്ണൽ സംഖ്യ എക്സ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? ആ എക്സിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി അല്ലേ? ഒന്നുകൂടെ കൂട്ടുമ്പോഴേ ഇപ്പം 2 പറയാം നിങ്ങളെ. ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് 2 + 1 അല്ലേ? ഇല്ലയോ? ഇപ്പം 5ൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ 5 + 1 അല്ലേ? മനസ്സിലായോ? അത് ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ 2 എണ്ണൽ സംഖ്യയുണ്ട്, നമ്മൾ അതിന് എക്സ് എന്നും വൈ എന്നും പേരിട്ടു. ഇനി നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ തൊട്ടടുത്ത സംഖ്യ. അപ്പോൾ ഏതൊക്കെ സംഖ്യകളാണെന്ന് ഓർത്തോണേ? എക്സ് ആയിരുന്നു ആദ്യത്തെ സംഖ്യ, അതിൻ്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ x+1. അടുത്ത എണ്ണൽ സംഖ്യ എന്ന് വെച്ചാൽ വൈ ആണ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പം അതും കിട്ടി. അപ്പോൾ 2 എണ്ണൽ സംഖ്യയുടെയും തൊട്ടടുത്ത എണ്ണൽ സംഖ്യ നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ? ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് അല്ലേ? മേളിൽ എഴുതിയായിരുന്നു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം. ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് കാണിച്ചതാണ്. ഗുണനഫലം എന്നെഴുതുമ്പം അതായത് x+1 ഗുണനഫലം അല്ലേ? പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു ആണ് y+1 ഇല്ലേ? നീ നമ്മൾ മറ്റേ ചെയ്ത രീതിയിൽ അങ്ങ് ചെയ്താൽ മതി. ഏതാ? നമ്മൾ ആദ്യം മുതൽ ചെയ്തായിരുന്നല്ലോ. എക്സ് പോയിട്ട് വൈയെ കണ്ടു, എക്സ് പോയിട്ട് 1നെ കണ്ടു. ആരൊക്കെ കണ്ടെന്ന് ഓർത്തോണേ? എക്സ് പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം? ഇൻറ്റു കൊണ്ടുപോകണം കേട്ടോ. ഇൻറ്റു നമ്മുടെ ആ ഓർഡർ പഠിച്ച് വെച്ചേക്കണം. കാരണം ഈ കുട്ടികൾ എഴുതുമ്പം ഇവിടെ ഇൻറ്റു ഏതാ പ്ലസ് ഏതാന്ന് അറിയാൻ വയ്യാതെ എഴുതുന്നുണ്ട്. കാരണം അവർക്ക് ഡൗട്ടാണ്, ഇങ്ങനെ കുറേ ചെയ്ത് വരുമ്പം ചില കുട്ടികൾക്ക് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് എക്സ് പോയി അപ്പുറത്തെ ഇതിൽ പോവുകയല്ലേ, പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം എന്ന് ഓർത്തോണം. ഇൻറ്റു എടുത്തുകൊണ്ട് വേണം പോകാൻ. എക്സ് പോയിട്ട് വൈയുടെ അടുത്ത് പോയി, ഓക്കെ. പിന്നെ എക്സ് ആരുടെ അടുത്ത് പോയി? എക്സ് രണ്ടാമത് 1ൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. അടുത്തതാര? എക്സ് പോകുമ്പോൾ ഇൻറ്റു കൊണ്ടുപോകണം, 1ൻ്റെ അടുത്ത് പോയി. അപ്പോൾ എക്സ് 2 പേരുടെ അടുത്ത് പോയി. ഇനി അടുത്ത 1 പോയിട്ട് കേട്ടോ, ഇവിടെ അങ്ങ് എഴുതാം. 1 പോകുമ്പോൾ ഇൻറ്റു വൈയെ കൊണ്ടുപോയി പ്ലസ് അടുത്ത 1 പോകുമ്പോൾ ഇൻറ്റു 1 പോയിട്ട് 1നെ കണ്ടോ. ഇതാണ് ഞാൻ ഈ ബ്രാക്കറ്റിൽ കാണിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാതിരിക്കാൻ വേണ്ടി കാണിച്ചതാണ് കേട്ടോ. ബ്രാക്കറ്റ് ഒന്നും ഇട്ട് വെക്കരുത് കേട്ടോ, ഒന്നും അറിയാൻ വേണ്ടി ഇട്ട് വെച്ചതാണ്, തെറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 അല്ലേ? പിന്നെ 1 ഇൻറ്റു വൈ പ്ലസ് 1 ഇൻറ്റു 1 എന്ന് കിട്ടി, സംശയമില്ലല്ലോ. ഇനി എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എന്താ? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? എക്സ് ഇൻറ്റു 1. ഏതൊരു സംഖ്യയെ 1 വെച്ച് ഇൻറ്റു ചെയ്യുക അല്ലെ ഗുണിക്കുക എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ എക്സ് കേട്ടോണേ, എക്സ് ഇൻറ്റു 1 എന്ന് വെച്ചാൽ എക്സ്. പിന്നെ 1 ഇൻറ്റു വൈ എന്ന് വെച്ചാൽ എന്താ? 1 ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ, പ്ലസ് ആ പ്ലസ് ഇത് പ്ലസ് 1 ഇൻറ്റു വൈ. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെ ആയിരിക്കും. അപ്പം x+y പ്ലസ് 1 ഇൻറ്റു 1 1. ഇത്രയേ ഉള്ളൂ സംഭവം. എങ്ങനെയാണ് വന്നതെന്നറിയോ? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു 1 എക്സ്, 1 ഇൻറ്റു വൈ വൈ, 1 ഇൻറ്റു 1 1.
ഇനി എക്സ് വൈ എന്തുവാന്ന് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കണ്ടേ എക്സ് വൈ എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 1400 അപ്പം നമ്മൾ 1400 നമുക്ക് തന്നിട്ടുണ്ട്. പ്ലസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് വെച്ചാൽ സം എന്ന് വെച്ചാൽ 81 നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. പ്ലസ് 1 1400 81 ഒന്നുകൂടെ കൂട്ടുമ്പം 1482 ആൻസർ. ഈ മോഡൽ കണക്ക് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം, നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. അതായത് ഒന്നുകൂടെ പറയാം, ഞാൻ 10 കണക്ക് പഠിപ്പിക്കുന്നില്ല, ഒന്നേ പഠിപ്പിക്കുന്നുള്ളൂ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 2 എണ്ണൽ സംഖ്യ, ഏതോ 2 എണ്ണൽ സംഖ്യ കുഞ്ഞുങ്ങളെ, അതിൻ്റെ ഗുണനഫലം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്, സമ്മും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് സംഖ്യയാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്നും വൈ എന്നും പേരിട്ടു അല്ലേ, എക്സ് എന്നും വൈ എന്നും പേരിട്ടു. ഇനി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നല്ലേ, അപ്പോൾ എക്സും വൈയും കൂടെ ഗുണിച്ചു, കണ്ടോ, ഇൻറ്റു ചെയ്തു. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് അതിനോട് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 1400. സമ്മ് എന്ന് വെച്ചാൽ കൂട്ടുക എന്നാണ്, അപ്പോൾ എക്സും വൈയുടെ കൂട്ടിയപ്പോൾ 81. ഇനി അവർ ചോദിച്ചത് ഇതിൻ്റെ നെക്സ്റ്റ് അല്ലേ, തൊട്ടടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലം എന്താണെന്നാണ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ ഒന്നുകൂടെ, ആ എക്സിൻ്റെയും കൂടെ 1 കൂട്ടി, വൈയുടെയും കൂടെ 1 കൂട്ടി. മനസ്സിലായോ? അപ്പം നമുക്ക് എന്താ പ്രൊഡക്റ്റ് നോക്കിയേ. അപ്പം നമ്മൾക്കറിയാം, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചതാണ് ഇല്ലേ, ഈ ഐഡൻറ്റിറ്റി ഏതാ, 2 ബ്രാക്കറ്റിൽ കിടന്നാൽ ആദ്യം എന്ത് ചെയ്യും, എക്സ് പോയിട്ട് ആദ്യത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആൾ രണ്ടാമത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക. അതായത് ഫസ്റ്റ് ഇത് പോയിട്ട് ഇതിനെ കണ്ടു, ഇത് പോയിട്ട് ഇതിനെ കണ്ടു, ഈ ഒരു ഇല്ലയോ. അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ, നമ്മുടെ ആദ്യത്തെ ലിങ്ക് കണ്ടവർക്കറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 1482. ഓക്കെ ആണോ? ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ഇതേ സെയിം ഇത് ഉണ്ടാവും നിങ്ങളെ. അതിൻ്റെ തൊട്ടപ്പുറത്തെ ചോദ്യം നോക്കിയേ, 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621. നോക്കിക്കേ, ഗുണനഫലം തന്നേ, തുക 50. തുക എന്ന് വെച്ചാൽ എന്താ, സമ്മ്. ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള, നോക്കണേ ഇത് പറഞ്ഞേക്കുന്നേ, ചോദ്യം കേട്ടിട്ട് വേണം കേട്ടോ. ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? ഈ ചോദ്യം കയറുമ്പോൾ ചാടി കയറി അങ്ങ് ചെയ്യരുത്, മനസ്സിലാക്കി പോകണം. 2 ഒറ്റ സംഖ്യ, ഈ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ എന്താ, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഓഡ് നമ്പർ അല്ലെങ്കിൽ എന്താ, ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ, അതായത് 1 3 5 7 9. അതായത് ഇവ തങ്ങളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര, 2 അല്ലേ. നോക്കിയേ, ഇവ തങ്ങളിലുള്ള ഡിഫറൻസ്, വ്യത്യാസം, അതായത് 1ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയെങ്കിലേ 3 വരും, 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയെങ്കിലേ 5 വരും. കണ്ടോ, ഇതാണ് ഈ ഓഡ് നമ്പറിൻ്റെ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ഇവിടെ 2 ഒറ്റ സംഖ്യ ഏതാണെന്ന് നമ്മളോട് പറയുന്നില്ല, ഉണ്ടോ? അവർ പറയുന്നുണ്ടോ? ഇല്ല, ഏതോ 2 കേട്ടോ, ഏതോ 2 ഒറ്റ. അപ്പോൾ ഏതോന്ന് ഇല്ലേ വന്നല്ലോ അവിടെ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കൊടുക്കും, ഓഡ് നമ്പർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതോ 2 ഓഡ് നമ്പറിന് എന്താ, ഒറ്റ സംഖ്യ ഏതാണ്, നമുക്ക് എക്സ് ആൻഡ് ഓഡ് നമ്പർ ബി എക്സ് ആൻഡ് വൈ എന്ന് കൊടുക്കാം. ഒറ്റ സംഖ്യയെ നമുക്ക് എക്സ് എന്നും വൈ എന്നും കൊടുക്കാം. ഓക്കെ ആണോ? മുമ്പ് ചെയ്ത പോലെ തന്നെ ഓഡ് നമ്പറിന് നമുക്ക് എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു. സംശയമുണ്ടോ? എന്തുകൊണ്ടാണ് 2 ഒറ്റ സംഖ്യ എന്നേ പറഞ്ഞുള്ളൂ, ഏതാന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ എക്സ് എന്നും വൈ എന്നും പറഞ്ഞത്. സംശയമുണ്ടോ നിങ്ങളെ? പിന്നെ പറഞ്ഞു നോക്കിയേ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താ, പ്രൊഡക്റ്റ് ഉണ്ട്. നോക്കിക്കേ, പ്രൊഡക്റ്റ് ഉണ്ട്. മുമ്പ് നമ്മൾ ചെയ്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ, ഗുണനഫലം. 2 കൂടെ എഴുതുകൊണ്ടാണ് ഇത് ഒത്തിരിയായിട്ട് തോന്നുന്നത്. അവനവൻ്റെ എഴുതുക. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇൻറ്റു വൈ ആണ്. നമുക്ക് ഗുണിക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 2 സംഖ്യ എടുത്തു, അതിൻ്റെ ഗുണനഫലം എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു വൈ. അത് നമുക്ക് തന്നിട്ടുണ്ട് എത്ര, 621. ഇനി നോക്കിയേ, സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. സമ്മെന്ന് വെച്ചാൽ എന്താ, തുക നമുക്ക് തന്നിട്ടുണ്ട്. തുക എന്ന് പറയുന്നത് എന്താ, എക്സ് അധികം വൈ ആണ്. തുക എന്ന് വെച്ചാൽ കൂട്ടുകയല്ലേ, അത് തന്നിട്ടുണ്ട് എത്ര, 50. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു. അതായത് ഇതിന് പേരില്ലായിരുന്നു, നമ്മൾ പേര് കൊടുത്തു. പിന്നെ നമ്മളോട് പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കാനാണ്. ഓക്കെ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനി. തുക എന്ന് വെച്ചാൽ സമ്മ് എന്ന് വെച്ചാൽ കൂട്ടാനാണ്. അതായത് എക്സ് പ്ലസ് വൈ എന്ന് വെച്ചാൽ 50. മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ കേട്ടോ. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം, ഈ ഓരോ സംഖ്യ, ഇപ്പം നമുക്ക് കിട്ടിയല്ലോ, ഇത് രണ്ടും കിട്ടിയല്ലോ. ഈ ഓരോ സംഖ്യ എന്ന് വെച്ചാൽ ഇവിടെ ഓഡ് നമ്പറിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള
രണ്ട് ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. നമ്മൾ പറഞ്ഞു ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എത്ര വ്യത്യാസം വരുന്നത്? 2 അല്ലേ? നമ്മൾ ആദ്യമേ തന്നെ അത് പറഞ്ഞായിരുന്നു. മനസ്സിലാക്കണേ നിങ്ങളെ. ഇവിടെ ഒറ്റ സംഖ്യകളുടെ ഡിഫറൻസ് എത്ര വന്നത് നോക്കിയാൽ 1, 3, 5, 7 ഡിഫറൻസ് എന്ന് പറയുന്നത് 2 അല്ലേ? 2 വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇതിൻ്റെ തങ്ങളിലുള്ള ഡിഫറൻസ്. അപ്പം നമ്മളോട് ചോദിച്ചത് ഓരോ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള ഇപ്പം ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന ഇത് ഇവ തങ്ങളിലുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്തെന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലാക്കണേ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഓഡ് നമ്പർ അല്ലേ? അടുത്ത ഓഡ് നമ്പറത്തെ ആൻസർ എത്രയായിരുന്നു? 1482 അല്ലേ? 1400. ഓക്കെ. അടുത്തത് ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെ നെക്സ്റ്റ് ചോദ്യം അങ്ങനെ കേട്ടോ. നെക്സ്റ്റ് ടു ദി ഓഡ് നമ്പർ. ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച് എന്ന അടുത്ത ഓഡ് നമ്പർ ഏതാണെന്ന്. അപ്പം നമ്മൾ എങ്ങനെ കൊടുക്കും? ഓഡ് നമ്പറിനെ നമ്മൾ എക്സ് എന്നും വൈ എന്നുമായിരുന്നു പേര് കൊടുത്തത് ആണല്ലോ. അപ്പോൾ അതിന് നമുക്ക് നെക്സ്റ്റ് അടുത്ത നോക്കിയേ, ഇതിൻ്റെ എത്ര വ്യത്യാസം വന്നേ? 2. ഇതിൻ്റെ എത്ര വ്യത്യാസം വന്നേ? 2. അപ്പോൾ ഇതിൻ്റെ ഈ ഓഡ് നമ്പറിൻ്റെ അടുത്ത നമ്പറുമായിട്ടുള്ള ഒരു വ്യത്യാസം വന്നേ എത്ര? നിങ്ങൾ അവിടെ 2 അല്ലേ? ഇല്ലയോ? എല്ലായിടവും 2 അല്ലേ വന്നേ? അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഈ എക്സിൻ്റെ കൂടെയും നെക്സ്റ്റ് ഓഡ് നമ്പർ എന്നുള്ളതിൻ്റെ കേട്ടോ 2ൻ്റെ ഡിഫറൻസ് ആണ്. പിന്നെ അടുത്ത നമ്പർ ഏതാ? വൈ. അപ്പം വൈയുടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ 2 ആണ്. ഇവിടെ ഈ 2 വന്നത് ഈ ഓഡ് നമ്പറിൻ്റെ ഡിഫറൻസ് ആണോ നിങ്ങളെ? തെറ്റല്ലേ? ഈ 2 എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ, അതായത് നമ്മുടെ സംഖ്യ ഏതാണെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തതിന് നമ്മൾ എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ ഏതാണെന്ന് അറിയണമെങ്കിൽ 2 വീതം കൂട്ടി പോയാൽ പോരെ? അതിൻ്റെ ഇവിടെ 2 കേട്ടോ, എക്സും വൈയും. സംശയമില്ലല്ലോ. ഇനി നോക്കിയേ, എക്സ് പ്ലസ് 2ഉം വൈ പ്ലസ് 2ഉമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ബ്രാക്കറ്റ്, എക്സ് പോയിട്ട് വൈയെ കാണണം, എക്സ് പോയിട്ട് 2വിനെ കാണണം. എക്സ് പോയി ആരെ കണ്ടു? വൈയെ കണ്ടു. പ്ലസ് ഈ ബ്രാക്കറ്റ് ഒഴിവാക്കണം, ഞാനിത് അറിയാൻ വേണ്ടി ഇടുന്നതാണ്. അതായത് എക്സ് പോയിട്ട് ഈ വൈയെ കണ്ടു, പിന്നെ ഇടേണ്ടത് പ്ലസ് ആണ്. പിന്നെ എക്സ് പോയിട്ട് 2വിനെ കണ്ടു, എക്സ് പോകുമ്പോൾ ഇൻറ്റു കൊണ്ടുപോകണം, 2വിനെ കണ്ടു, പ്ലസ്. അത് കഴിഞ്ഞു. അടുത്ത 2 പോയിട്ട് വൈനെ കാണുക, 2 പോകുമ്പോൾ ഇൻറ്റു വൈയെ കണ്ടു, പ്ലസ് 2 പോയിട്ട് 2വിനെ കണ്ടു, 2 പോയിട്ട് 2വിനെ കണ്ടു. കണ്ടല്ലോ? സംശയമില്ലല്ലോ. ഇനി എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ ആണ്. പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? നിങ്ങളെ എപ്പോഴും ഓർത്തണം, നമ്പർ എഴുതിയിട്ട് വേരിയബിൾ എഴുതുക. വേരിയബിൾ എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതുക കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2x കേട്ടോ. എക്സ് ഇൻറ്റു 2 എന്ന് വെച്ചാൽ 2x പ്ലസ് 2 ഇൻറ്റു വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2y പ്ലസ് 2 ഇൻറ്റു 2 4. അപ്പോൾ നോക്കിയേ, എക്സ് വൈനെ അതുപോലെ എഴുതുക. പ്ലസ് 2x പ്ലസ് 2y, 2x പ്ലസ് 2. ഇവിടെ രണ്ടും ഡിഫറൻറ്റ് വേരിയബിളാണ്. ഒന്ന് എക്സും ആണ്, ഒന്ന് വൈയും ആണ്. പക്ഷെ നോക്കിയേ, നമ്പർ ഒരുപോലെയല്ലേ? ഇവിടുത്തെ നമ്പർ ഒരുപോലെയല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ ഒരു എളുപ്പ വഴിക്ക് ഈ 2വിനെയും രണ്ടും ഒരുപോലെ ആയതുകൊണ്ട് ഇനി വെളിയിലാക്കുക. എന്നിട്ട് ബാക്കി എക്സ് പ്ലസ് വൈയെ ബ്രാക്കറ്റ് കയറ്റുക. രണ്ടിടത്ത് ഒരുപോലെ ആയതുകൊണ്ട് ആ 2നെയും കൂടെ ഇനി വെളിയിലിട്ടിട്ട് എക്സ് പ്ലസ് വൈ കേട്ടോ, പ്ലസ് 4. സംശയമുണ്ടോ ആ 2 എങ്ങനെ വന്നതെന്ന്? അതായത് ഇത് വന്നതാണ് 2xും 2yയും അല്ലേ? ഇനി ഈ രണ്ടിടത്ത് ഒരുപോലെ വന്നാൽ കേട്ടോ, ഒരുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ 4 ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇതും അതുകൂടെ ഡൗട്ടാവും. എന്ന് വെച്ചാൽ 2 വ്യക്തം പറ്റും എന്നുള്ളത് കാണിക്കാനാണ്. അതിന് ഡൗട്ട് വേണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 2 ഇടവും പൊതുവായിട്ട് വന്ന 2നെ വെളിയിൽ വെച്ചിട്ട് ബാക്കി എക്സ് പ്ലസ് വൈ എഴുതി, പ്ലസ് 4. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് വൈ എന്ന് പറയുന്നത് എത്ര ആണെന്ന് നമ്മളോട് തന്നിട്ടുണ്ട്. എക്സ് ഇൻറ്റു വൈ എന്ന് വെച്ചാൽ 621 എത്ര പറഞ്ഞാൽ 621 പ്ലസ് 2x പ്ലസ് വൈ എന്ന് പറയുന്നത് ഇവിടെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? എത്ര? 50 പ്ലസ് 4. ഈ ബ്രാക്കറ്റിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റു ആണ് കേട്ടോ. അപ്പോൾ 621 പ്ലസ് 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 4. 621 പ്ലസ് 100 പ്ലസ് 4 എത്ര? 721 4 25 725 വരും. കണ്ടോ? ഇതാണ് സംഭവം.
മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ. നമുക്കിവിടെ സംഖ്യ ഏതാണെന്ന് അറിയില്ല. അതിപ്പോൾ മുമ്പ് ചെയ്ത കണക്കിലും ഇപ്പം തന്ന കണക്കിലും സംഖ്യ ഏതാണെന്ന് അറിയാൻ വയ്യാത്തവർ നമ്മൾ എക്സ് വൈ എന്നുള്ള പേരിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു ചെയ്യുക, സം ചെയ്യുക എന്ന് വെച്ചാൽ ഇൻറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കുക, സം എന്ന് വെച്ചാൽ കൂട്ടുക. അതാണ് രണ്ടാമത്തെ നമ്മുടെ ജോലി. പേര് കൊടുക്കുക, പ്രൊഡക്റ്റും സമ്മും എഴുതുക. പിന്നെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞത് ഒറ്റ സംഖ്യയാണ്, തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യ കേട്ടോ, തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യ. ഈ 2 വന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ പറഞ്ഞു. ഒറ്റ സംഖ്യയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 അങ്ങനെയാണ്. ഇതിനും 2 ഇട്ടു, ഇതിനും എന്ന് വെച്ചാൽ 2 എണ്ണത്തിനും 2 വെച്ച് കൊടുത്തു. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി കിട്ടി. നമുക്കപ്പം ഓരോരുത്തരും അടുത്ത ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണുക എന്നുള്ളത് അതിൻ്റെ ഒരു റൂളാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അങ്ങനെ ചെയ്ത് വന്നപ്പം 725 കിട്ടി. അപ്പോൾ ഇന്ന് ഇത് മതി കുഞ്ഞുങ്ങളെ. ഇത് നല്ലതുപോലെ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ, നല്ലതുപോലെ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ സ്പെഷ്യൽ ഓപ്പറേഷൻ എന്നുള്ളത് അടുത്ത പാർട്ടി കാണാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.